ഹലോ, നമസ്കാരം. റിപ്പയറിംഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തേതെന്ന് പറയുന്നത് എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്ന വാട്ടർ പമ്പ് ഉണ്ടല്ലോ, സപ്പറേഷൻ ടൈപ്പ് വാട്ടർ പമ്പിന്റെ സർവീസിംഗ് ആണ്. അതായത് ഇത് ഈ പമ്പ് ഞാൻ ഉപയോഗിക്കുമ്പോൾ ELCB ട്രിപ്പ് ആവുന്നുണ്ടായിരുന്നു. ELCB ട്രിപ്പ് ആവുന്നെങ്കിൽ അതിന്റെ അർത്ഥം എവിടെയോ ലീക്കേജ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട് ELCB ബൈപ്പാസ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം ഇതുകൊണ്ട് നമ്മൾ വൈദ്യുത നഷ്ടം ഉണ്ടാവും, നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താണ് ഇഷ്യൂ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്തായാലും പൊളിച്ചു നോക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് വൈൻഡിങ് ഞാൻ ആദ്യം പ്രതീക്ഷ ഫുള്ള് കത്തിയിട്ടുണ്ടാവുന്നതാണ്. എന്നാൽ നോക്കുമ്പോൾ കത്തിയത് പോയി അങ്ങനെ ഒരു ഫാൾട്ട് ഒന്നും കാണാനില്ല. അതുകൊണ്ട് ഇതിൽ രണ്ട് വൈൻഡിങ് ആണുള്ള, സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ്ങും. ഓരോന്നിന്റെ ടേൺസ് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് ഡിസംബിൾ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. അതിന് എണ്ണി നോക്കിയിരുന്നു. അപ്പൊ ഈ സ്റ്റാർട്ടിങ് വൈൻഡിങ് റണ്ണിങ് വൈൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 ഫേസ് മോട്ടറിനെ അപേക്ഷിച്ച് സിംഗിൾ ഫേസ് മോട്ടോർ സ്വയം സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, അതായത് സെൽഫ് സ്റ്റാർട്ട് അല്ല. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ സിംഗിൾ ഫേസിന് പറ്റൂല. അപ്പൊ നമുക്ക് വേറൊരു ഫേസും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റർ ഇട്ട് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കി 2 ഫേസ് ആക്കിയാണ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ സിംഗിൾ ഫേസ് മോട്ടറെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് അത് പാക്ക് ചെയ്തുന്ന ഒരു ലീഡെല്ലാം ഇളക്കി നമ്മൾ സൂക്ഷിച്ച് ഇളക്കിയെടുക്കുക. കാരണം വൈൻഡിങ് കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും എവിടെ ഒരു ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ട്, അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്താൽ അവിടെ മാത്രം നമ്മൾ റബ്ബർ ടേപ്പ് ഉപയോഗിച്ച്, വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് സാധാരണ ഇൻസുലേഷൻ ടേപ്പ് പോരാ, റബ്ബർ ടേപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് ഫോൾട്ട് റെഡിയാക്കാൻ കഴിയും. അപ്പോൾ ഓരോന്നും സൂക്ഷിച്ച് ബാക്കി ഡാമേജ് വരാതെ ഇളക്കിയെടുക്കുക. സപ്ലൈ വരുന്ന കേബിളാണ് നമ്മളിപ്പോൾ അഴിക്കുന്നത്. അതിന് പുറമെ ആയിട്ട് നോക്കുമ്പോൾ ഓരോ ജോയിന്റുകൾ കാണുന്നുണ്ട്. കാരണം ഇവിടെ വൈൻഡിങ് ഫുൾ വൈൻഡ് ചെയ്ത് വന്ന സമയത്ത് ടേൺസ് തികയാത്തതുകൊണ്ട് അഡീഷണൽ ടേൺസ് ആഡ് ചെയ്തതാണ്. അങ്ങനെ എക്സ്ട്രാ ജോയിന്റ് വന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം അഴിച്ചിളക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ് റണ്ണിങ് വൈൻഡിങ്ങിന്റെ എണ്ണം നമ്മൾ എടുത്തു വെച്ചാൽ പിന്നെ റെഫറൻസിന് നമുക്ക് ഉപയോഗിക്കാം. സാധാരണ നമ്മൾ മോട്ടറിൽ ഉപയോഗിക്കും പോലത്തെ വൈൻഡിങ് അല്ല ഇത്, വെള്ളത്തിൽ കിടക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനത്തെ സെപ്പറേറ്റ് ടൈപ്പിന് സെപ്പറേറ്റ് നമ്മൾ കടയിൽ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ നമ്മളെല്ലാം ഇളക്കി വെളിയിലെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ വിഷ്വലി നോക്കുമ്പോൾ തന്നെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് സപ്ലൈ എടുത്ത് നോക്കണം. നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് റെസിസ്റ്റൻസ് നോക്കിയാൽ കിലോമീറ്റർ നോക്കിയാൽ മതി. അവിടെ ലീക്കേജ് ഉണ്ടായി നമുക്കറിയാം. സപ്ലൈ എടുത്ത് ഇങ്ങനെ എടുത്ത് നോക്കരുത്, ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരു പോർഷൻ പിടികിട്ടും. ആ പോർഷൻ നമ്മൾ എന്തായാലും ഐഡന്റിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ടേപ്പ് അടിച്ചിട്ട് തിരിച്ച് അസംബിൾ ചെയ്യാനുള്ളതാണ് നമ്മുടെ പരിപാടി. ഇതിനകത്ത് തന്നെ അസംബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഓരോ വൈൻഡിങ്ങിന്റെ സ്ലോട്ട് എവിടെയാണെന്ന് നോക്കി വെച്ചിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ വൈൻഡിങ്ങിന്റെ ചെറിയ കംപ്ലൈന്റ് ഒക്കെയാണ് നമുക്ക് റെഡിയാക്കാം. ഫുള്ള് വൈൻഡിങ് മാറ്റിയിട്ട് പൈസ കളയേണ്ട കാര്യമില്ല. ഇത് ക്ഷമയോടുകൂടി ഇത് അസംബിൾ ചെയ്ത് എടുക്കണമെന്നേ ഉള്ളൂ. ഇതിന് ആവശ്യം എന്ന് പറഞ്ഞാൽ പൈസ ചെലവില്ലെങ്കിലും നല്ല ക്ഷമ ആവശ്യമാണ്. അപ്പൊ ഒട്ടും ക്ഷമയില്ലാത്തത് ഇതിനു വേണ്ടി മുതലായിരിക്കുക, അല്ലെങ്കിൽ ക്ഷമയുള്ള ടെക്നീഷ്യന്മാരെ കാര്യങ്ങൾ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അഴിച്ചുകൊണ്ടും കടയിൽ കൊടുത്ത് അവർ റിവൈൻഡ് ചെയ്ത് തരും. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നല്ലൊരു പ്ലംബറെ ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിക്കുക. പിന്നെ ഒരു നല്ല ക്ഷമയുടെ വീട്ടിൽ നിന്ന് സമയം പോകാതിരിക്കുന്ന ഇലക്ട്രിക്കലിനെ കുറിച്ച് കാര്യമായിട്ട് അറിയാവുന്നവർ മാത്രം ഇത് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. എന്നാലും ഈ സാധനം ഞാൻ ഇപ്പൊ ഇതിന് വർക്ക് ചെയ്ത് ഇപ്പൊ നിലവിൽ ഒരു കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നിങ്ങളെ സപ്പോർട്ടും ലൈക്കും ഷെയറൊക്കെയാണ് നമ്മളെ വിജയം. നിങ്ങളെ സപ്പോർട്ടും ഷെയറും പ്രതീക്ഷിച്ചോളൂ. മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.